ഓണപ്പൂട്ടായതുകൊണ്ട് വീട്ടിൽ നാത്തൂനും മോളും വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ ഓരോ കുടുംബ വീട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് പാലുവായ്ക്കൊക്കെ കഴിച്ച് അവർക്ക് വൈകുന്നേരം ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ യാദൃശ്ചികമായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൂട്ട്സും പാലുവായ്ക്കൊക്കെ കഴിച്ചു. അവിടുന്ന് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു, ഇറങ്ങി. പിന്നെ ഉമ്മാൻ്റെ വേറൊരു അനിയത്തിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ അമ്മാവൻ്റെ മോളെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ പിന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. അമ്മാവൻ്റെ മോളെ വീടാണ്. അമ്മാവനും 6 ആണും ഒരു പെണ്ണാണ് കേട്ടോ. ആ മോളെ കല്യാണം കഴിച്ച വീടാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ കയറി ചെന്നപ്പോൾ അക്കോറിയം മീൻ കണ്ടപ്പോൾ അതിനെങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് രസകരമായ രംഗം ഉണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചായ എടുത്ത് വെക്കുന്ന സമയത്താണ് അവൾ പറഞ്ഞു തന്നത്. ഒരു മീൻ അവിടെ പ്രസവിച്ചിട്ട് മൂലയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് അവളിങ്ങനെയൊക്കെ പറഞ്ഞു തന്നത്. ഇത് പിന്നെ ഒരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. അവരുണ്ടാക്കി വെക്കുന്നതാണ്, ഉണ്ടാക്കി കുടിക്കുന്നതാണ് മക്കളൊക്കെ കേട്ടോ. എന്താ വെച്ചാൽ ഈത്തപ്പഴം, മുത്താറി, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ ചേർത്ത് അടിച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ കുടിച്ച് നോക്കുന്നതിന് തന്നതാണ് കേട്ടോ. ഇത് പിന്നെ ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അളിയനും മോനൊക്കെ പുറത്തുനിന്ന് എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ആവശ്യമുള്ളതല്ലേ എന്ന് പറഞ്ഞാട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ മീനിൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ അവിടുത്തെ കഥ കേൾക്കാം. അവർ അതിനായില്ല ചെറിയ മക്കളുണ്ട്. ഇത് പ്രസവിക്കാനാവുമ്പോ ഇങ്ങനെ മൂലേ വന്ന് ഈ കളറ് മാറും ചെയ്യും. ഇതിറ്റളെ പോലല്ല ഇത് മേലെ ഉണ്ടല്ലേ കളറ്. ഇവിടെ തീറ്റളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ കൊത്തി ആട്ടനാണ്. എത്രയോ മക്കളുണ്ട് ചെറിയ അടുപ്പിക്കൂലേ. അതായിട്ട് വേറെ കളർ മക്കളെ സംരക്ഷിക്കാണ് ഇപ്പൊ ഇതിലേ. നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എത്ര നേരം നോക്കിയാലും നമുക്ക് മതിയായിട്ടുള്ള എല്ലാം കാണുമ്പോഴേ ഏതിനൊക്കെ ഒരു സ്വയരക്ഷ ഉണ്ടാവുമല്ലോ അല്ലേ. മറ്റു മീനുകളൊന്നും ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അവർ ഈ മക്കളെ തിന്നോന്ന് പേടിച്ചിട്ട് ഇങ്ങനെ മീനുകൾ വരുമ്പോക്കിനായിട്ടുള്ള പറപ്പിക്കുകയാണ് കേട്ടോ, ഓടിക്കുകയാണ്. അപ്പോൾ ആരും മറ്റു മീനുകളിങ്ങോട്ട് ഈ കുട്ടികളെ തിന്നാൻ വരുന്നു പേടിച്ചിട്ടുണ്ടല്ലേ, അങ്ങനെ നിൽക്കുകയാണ് കാവലായിട്ട്. നമുക്ക് നല്ല ശരിക്കും നോക്കി നിന്ന് പോകും കേട്ടോ. ഇതിവിടെ തന്നെ നിൽക്കുക, കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ടില്ല വരാം. അങ്ങനെ പിന്നെ ഞങ്ങളിതേ ചായയൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ കുടിച്ചു. ഭയങ്കര സൽക്കാരപ്രിയരാണ്. പെട്ടെന്ന് വന്ന് അവർ പുറത്ത് പോയി സാധനങ്ങൾ കൊണ്ടുവരലും ഉണ്ടാക്കലും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതേ പിന്നെ പുറത്തിറങ്ങി കുറച്ച് നേരമൊക്കെ സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ പോരാനായിട്ടൊക്കെ പിന്നെ അമ്മാവൻ്റെ വീട്ടിലും കൂടി കയറാനുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നേരം അപ്പോൾ അതിന് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. തിരക്കായി. ഒരു നാത്തൂനെ അവിടെ ഇറക്കി ഞങ്ങൾ വേഗം പോകുന്നതാണ് മോളെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ കാര്യമായിട്ട് മീൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെങ്ത്ത് കൂടിയത് കേട്ടോ.